എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാനായിട്ട് ശ്രമിക്കുക. അധികം ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഇപ്പോൾ നോയമ്പായതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുട്ട വെച്ചത്. പിന്നെ ചീസും ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, കൂടുതൽ നല്ലതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 4 മണി ചായക്ക് ഒരു മസാല എഗ്ഗ് ബണ്ണുണ്ടാക്കിയല്ലോ. അതിന് വേണ്ടിയിട്ട് 4 ബണ്ണും 4 മുട്ടയാണ് ഞാൻ എടുത്തേക്കണം. എഗ്ഗ് മസാല ബണ്ണിന് എഗ്ഗ് മസാല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതാണ്. രണ്ട് ചെറിയ സവാള, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, അത് ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, രണ്ട് 3 വെളുത്തുള്ളി അരിഞ്ഞതും 2 വേപ്പില ഇട്ട് കൊടുക്കണം. ഒരു തക്കാളിയാണ് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കണം. സവോളയും തക്കാളിയൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു മുളക് ചതച്ചതാണ് കേട്ടോ, ഇത്രയും കുരുമുളക് പൊടി, എല്ലാം കൂടി നമുക്ക് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. പൊടികളൊക്കെ മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി 4 മുട്ട പൊട്ടിച്ചൊഴിച്ചത് ഞാൻ ഒഴിച്ചു കൊടുക്കാണ്. ഞാൻ നടക്കേലിക്കുന്നൊന്നുമില്ല, ഞാൻ മൊത്തത്തിലാണ് ഒഴിച്ചെടുക്കുകയാണ്. ഇതൊന്ന് പതുക്കെ ചിക്കിയെടുത്ത് മസാലയും മുട്ടയും എല്ലാം കൂടി യോജിക്കാൻ പാകത്തിനാണ് ചെയ്യുന്നത്. എഗ്ഗ് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ മസാല ആയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് വെക്കുന്നുണ്ട്. എഗ്ഗ് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിത്ര മതി, തീ ഓഫ് ചെയ്യണം. ബണ്ണ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഞാനൊരു കടായി വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു പാത്രത്തിലാണ്, ഓവനിലും നല്ല ചെയ്യുന്നത്. ബണ്ണ് ഞാൻ ഇതുപോലെ മുറിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളെടുത്ത് കളയണം. ഞാൻ ബട്ടർ മെൽറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ, തീയില്ലാഞ്ഞത് കൊണ്ട്. അപ്പോൾ ബട്ടർ ഇതിൻ്റെ ഉള്ളിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, പുറത്ത് വെക്കണം.
ഇതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ചീസ് ഉണ്ടെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കട്ടെ. എൻ്റെ കയ്യിൽ ചീസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സാധാ പോലെ ഇങ്ങനെയും ചെയ്യാമെന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് തക്കാളി ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് തടവിയ പാത്രമാണ് അത്. ഞാൻ ഇന്നത്തേക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം. ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചെയ്ത് വെച്ചേക്കണേ. ഇതൊന്ന് ഒരു പാത്രം വെച്ച് മൂടി വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ബേക്ക് ചെയ്തെടുക്കണം. മൂടി വെച്ച് ഇതിൻ്റെ ഹോളൊന്ന് അടയ്ക്കണം. ഇത്ര സമയമൊന്നും ഞാൻ പറയണില്ല കേട്ടോ. ഞാൻ അധികം ഇതാക്കണില്ല, ഓരോരോ ഇഷ്ടത്തിന് ചെയ്യാം. ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അധികം സമയം വയ്ക്കേണ്ട ആവശ്യമില്ല, ചീസൊന്നും ഇല്ലാത്ത കാരണം. ചീസൊക്കെ ഉണ്ടെങ്കിലാണ് മെൽറ്റായി ഇതാവേണ്ട. കുറച്ച് സമയത്ത് ഇപ്പോൾ തക്കാളി ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇത് ഒരുവിധം ചെറുതായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് ഇത്രയും മതി. ഇത്രയും സമയം വയ്ക്കണുള്ളൂ കേട്ടോ. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ, ഷെയർ ചെയ്യണേ. തൊട്ടടുത്ത് ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഞാൻ ഒരുപാട് ഷോർട്സുകൾ ഇട്ടിട്ടുണ്ട്, അതൊക്കെ കാണാൻ ശ്രമിക്കണേ. എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.